എന്നെ വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞത്, വി ഡി സതീശനെതിരെ പറഞ്ഞത് തിരുത്തിയാൽ 1 മണിക്കൂറിനകം നമുക്ക് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എനിക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അത് തിരുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെയും മഹാത്മാഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും അതിരൂക്ഷമായ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ഒരാൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ കൊന്നു തീർക്കണം എന്ന BJPക്കാർ പോലും അംഗീകരിക്കാത്ത വർഗീയത വിളമ്പിയ ഒരാൾ, അയാളുടെ നിലപാടുകൾ തിരുത്താതെ അയാളുമായി ചർച്ച നടത്തുന്നു, കോയമ്പത്തൂരിലേക്ക് വിനോദയാത്ര പോകുന്നു, ചായ വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാം കഴിഞ്ഞ് KPCC ഓഫീസിൽ വന്ന് മാലയിടുന്നു, അയാളെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പത്രസമ്മേളനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാനും സരിനും ഒരു പത്രസമ്മേളനം നടത്തി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, പറഞ്ഞ നിലപാട് പരസ്യമായി തിരുത്തിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ്. എന്നാൽ തികഞ്ഞ വർഗീയത, ഇവിടുത്തെ BJPക്കാർ പോലും അംഗീകരിക്കാത്ത വർഗീയത പറഞ്ഞ ഒരാൾ ആ നിലപാട് തിരുത്തിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയാനുള്ള നട്ടെല്ല് വി ഡി സതീശന് ഇല്ലാതെ പോയി എന്ന് ഈ പാലക്കാട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയാണ്. ഞാൻ ഇന്നലെയും ഇന്നുമായി ഈ പാലക്കാട്ടെ നിരവധിയായ ജനങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം സ്വീകരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നോടൊരു അധ്യാപിക പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെയൊക്കെ പ്രാണികൾ എന്ന് പറഞ്ഞ് ആട്ടിപ്പറഞ്ഞയക്കുകയും വിഷപ്പാമ്പിനെ എടുത്ത് തോളിലിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് പാലക്കാട്ടെ ജനങ്ങൾ കണ്ടത്. ആ വിഷം തീണ്ടി കോൺഗ്രസ് മൃതി അടയുന്ന കാഴ്ച ഈ പാലക്കാട് കാണാൻ പോകുന്നു എന്നാണ് ഈ പാലക്കാട്ടെ വോട്ടറായ തികഞ്ഞ സെക്യുലറായ മതേതരത്വവാദിയായ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞത്. ഈ രീതിയിൽ പാർട്ടിക്കകത്ത് നിലപാട് പറയുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞയക്കുന്നു, എന്നിട്ട് തികഞ്ഞ വർഗീയവാദികളെ എടുത്ത് തൊട്ടടുത്തിരുത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് ഈ പാലക്കാട്ടെ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ദിവസം ജനങ്ങളിൽ നിന്ന് കിട്ടിയ ആ റിപ്പോർട്ട് ജനങ്ങളുമായി പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ കണ്ടത്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ എല്ലാ അർത്ഥത്തിലും വ്യാജനായ ഒരാളാണ് UDFന്റെ സ്ഥാനാർത്ഥി. അത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി, അതുപോലെ തന്നെ നിരന്തരം കള്ളങ്ങൾ പറഞ്ഞു, വ്യാജമായ അഫിഡവിറ്റ് കൊടുത്തുകൊണ്ടാണ് അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 4 കച്ചവട സ്ഥാപനങ്ങളുണ്ട് എന്നാണ്. അയാൾക്ക് ഒരു മുടിവെട്ട് പീടിക ഉണ്ട് എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഒരു വസ്ത്ര കട ഉണ്ട് എന്ന് പറയുന്നു, ഒരു മിൽമയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുമാന സ്രോതസ്സുകൾ കാണിച്ച ഭാഗത്ത് ഒരു മുടിവെട്ട് പീടികയും ഒരു വസ്ത്രക്കടയും പിന്നെ ഒരു മിൽമയും അടക്കം വരുമാന മാർഗമായി സ്രോതസ്സായി കാണിച്ചിട്ടുള്ള അദ്ദേഹം ടാക്സ് അടച്ചിട്ടില്ല എന്നത് ആ അഫിഡവിറ്റിൽ കാണിച്ചിരിക്കുകയാണ്. ഇത്രയധികം ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരാൾ IT റിട്ടേൺസ് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. എന്നാൽ റിപ്പോർട്ടർ ചാനലിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വരുമാനമുണ്ട്, എനിക്ക് കാറ് വാങ്ങാനുള്ള വരുമാനമുണ്ട്, ഞാനത് IT റിട്ടേൺസ് ചെയ്യുന്നുണ്ട് എന്ന് പരസ്യമായി കള്ളം പറയുകയും എന്നാൽ അഫിഡവിറ്റിൽ അത് തെളിയിക്കാൻ സാധ്യമാകാത്തത് കൊണ്ട് IT റിട്ടേൺസ് ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നുണ പറയുന്ന വ്യാജനായ ഒരാൾ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് അടിയുറച്ച് നമുക്ക് പറയാൻ കഴിയുന്ന, ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തെളിവ് കൂടിയായി ആ തെളിവ് പുറത്തു വരികയാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അഫിഡവിറ്റ് നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലുണ്ടാവും, വേണമെങ്കിൽ ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിരന്തരം ഇത്തരത്തിൽ കള്ളം പറയുന്ന കള്ളനായ ഒരാൾ കഴിഞ്ഞ ദിവസം LDF സ്വതന്ത്രനായി മത്സരിക്കുന്ന, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ സരിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യാജ വോട്ടുകൾ ചേർത്തു എന്ന തരം താണ ഒരു
ആക്ഷേപം അയാൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അടിമുടി വ്യാജനായ ഒരാളെ തൊട്ടടുത്ത് ഇരുത്തിയിട്ടാണ്, സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് ഇയാൾ അങ്ങോട്ട് ചൂണ്ടി ഈ ആക്ഷേപങ്ങൾ, വ്യാജമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണം. ജനങ്ങളിത് തിരിച്ചറിയുന്നുണ്ട്. പാലക്കാട്ടെ മതേതരത്വ ബോധം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികഞ്ഞ വർഗീയത പറയുന്ന ഒരാൾ ആ നടപടി തിരുത്താൻ തയ്യാറാകാതെ, ഞാൻ മനസ്സിലാക്കുന്നത് CPM-ഉമായി അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്നു. എനിക്കത് കൃത്യമായി ബോധ്യമുള്ള കാര്യമല്ല. എന്നാൽ പറഞ്ഞ നിലപാട്, രാജേഷ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണം എന്നാണ്. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞാൽ കാശ്മീരിലെ മുസ്ലിങ്ങളെ കഴുത്തിൽ കയറിട്ട് കൊല്ലണമെന്ന് പറഞ്ഞത് എനിക്ക് തെറ്റായിപ്പോയി എന്ന് പറയാൻ, അതുപോലെ മലപ്പുറത്തെ വർഗീയമായി അയാൾ ഉപയോഗിച്ച ഭാഷ തെറ്റായിപ്പോയി എന്ന് പറയാൻ പരസ്യമായി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റെങ്കിലും ഇട്ടതിന് ശേഷം CPM നേതാക്കൾ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പറഞ്ഞപ്പോഴാണ് അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് ഓടിക്കയറിയത്, കോയമ്പത്തൂർ ചായ കുടിക്കാൻ പോയത് എന്ന് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതിന് തികഞ്ഞ തിരിച്ചടി ഈ വ്യാജന്മാർക്കെതിരെ, ഈ വർഗീയതയ്ക്ക് കുടപിടിക്കുന്നവർക്കെതിരെ ഞങ്ങളെല്ലാവരും പറഞ്ഞ ആക്ഷേപം ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. RSS-ഉമായി ഏറ്റവും പെട്ടെന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹം ഒരു BJP-കാരൻ പോലുമായത് ഈ അടുത്ത കാലത്താണ്. അയാൾ കൃത്യമായ RSS-കാരനാണ്. RSS-കാരനായ ഒരാളുമായി വളരെ വേഗം സംസാരിക്കാനും കോയമ്പത്തൂർ പോയി ചായ കുടിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ഇവരെല്ലാവരും ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗോൾവർക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ നിന്ന് തലകുമ്പിട്ട് നിൽക്കുന്ന VD സതീശൻ എത്ര പെട്ടെന്നാണ് സന്ദീപുമായി കൈകോർത്ത് നിൽക്കുന്ന, കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഡോക്ടർ സരിൻ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കൈ നീട്ടിയപ്പോൾ അഹങ്കാരത്തോടു കൂടി കടന്നുപോയ കാഴ്ച നമ്മൾ കണ്ടു. സരിൻ്റെ നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണ് നിന്നത്. എന്നാൽ ഒരു തികഞ്ഞ വർഗീയവാദിയായ ഒരാൾ ആ നിലപാട് തിരുത്താതെ വന്നപ്പോൾ അനിയ, ചേട്ട എന്ന് വിളിച്ച് ആലിംഗനം ചെയ്യുന്നത് ഈ മതേതര കേരളം കാണുന്നുണ്ട്. ആ ഒരൊറ്റ ചിത്രം മാത്രം മതി പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റുന്ന ചിത്രമായി ഇവർ ആലിംഗനം ചെയ്ത് കോർത്തു നിൽക്കുന്ന ആ ചിത്രം ഈ മതേതര പാലക്കാടിൻ്റെ നന്മ, ആ ഒരൊറ്റ ചിത്രം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ സരിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയാകുന്ന കാഴ്ച കാണാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും ഇന്നുമായി ഇവിടുത്തെ മതേതര ബോധം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നത് ഇവിടെ ഒരു BJP വോട്ടുകൾ കൂടി രാഹുലിന് കിട്ടുമെന്നാണ്, ആ പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഇവിടെ പിന്നെ BJP-യുമായി ഒരു ഡീലുണ്ടാക്കി. ആ BJP-യുമായി ഡീലുണ്ടാക്കിയ കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ BJP-ക്കകത്തും കോൺഗ്രസിനകത്തുമുള്ള ജനാധിപത്യ മതേതരവാദികൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ചു. അവർ BJP-ക്കകത്ത് വലിയ പ്രതിഷേധമുണ്ടായി. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതിനു ശേഷം വലിയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി BJP-ക്കകത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഡോക്ടർ സരിന് വോട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. കോൺഗ്രസിനകത്ത് BJP-യുമായി VD സതീശനും ഷാഫിയും ഉണ്ടാക്കിയ ഈ ഡീലിൻ്റെ ഭാഗമായി കോൺഗ്രസിനകത്തുള്ള ഒരു വലിയ വിഭാഗം സരിന് വോട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഡോക്ടർ സരിൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടും, നല്ല ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ മുൻ KPCC പ്രസിഡന്റ്, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ എല്ലാം രക്തസാക്ഷിയാണ്. വടകര പാലക്കാട് ആറന്മുള ഡീലിൻ്റെ രക്തസാക്ഷിയായ K മുരളീധരൻ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ തീരുമാനമെന്ന്. അദ്ദേഹം പാലക്കാട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ അത്യാവശ്യത്തിന് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, ഒരാളെ കൂടി, ഒരു വിഷപ്പാമ്പിനെ കൂടി താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനില്ല എന്ന് പറഞ്ഞു പോയ ഒരാൾ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇവർ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ചർച്ച നടത്തിയിട്ട് അവരുമായി ഒരു ചർച്ച നടത്തി അവരുടെ സമ്മതം വാങ്ങിയിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ വർഗീയവാദികൾ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്, ഏത് വർഗീയതയാണെങ്കിലും. എന്നാൽ മതേതര വിശ്വാസികൾ അതിന് കൂട്ടുനിൽക്കില്ല. അവർ പ്രതിഷേധിക്കും, പ്രതികരിക്കും. K മുരളീധരൻ്റെ പ്രതികരണം ഈ നാട് ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. DCC പ്രസിഡന്റ് പോലും അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതാനും ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച്
കെ ഷാനി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസിൽ നിന്നുള്ളവർ പോയാൽ പ്രാണികളെന്നും പറയുകയും ഒപ്പം വിഷപ്പാമ്പുകളെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ നടപടി എന്നതടക്കം വളരെ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്.